ഇമാമിൻ്റെ പിറകിൽ നിന്ന് സഫ് കെട്ടുമ്പോൾ എവിടെ നിന്നാണ് സഫ് തുടങ്ങേണ്ടത്? പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിന്നാണോ, അഥവാ സഫിൻ്റെ വലത് ഭാഗത്ത് നിന്നാണോ, അല്ലെങ്കിൽ സഫിൻ്റെ ഇടത് ഭാഗത്ത് നിന്നാണോ, അതല്ല ഇമാമിൻ്റെ നേരെ പിറകിൽ നിന്നാണോ തുടങ്ങേണ്ടത്? സ്ത്രീകൾക്കും ആ ചോദ്യമുണ്ട്. സ്ത്രീകൾ എവിടെ നിന്നാണ് സഫ് തുടങ്ങേണ്ടത്? അവിടെ നമുക്ക് പറയാനുള്ളത്, ഹദീസുകളുടെ പിൻബലത്തോടുകൂടി സഫുകൾ തുടങ്ങുമ്പോൾ ഇമാമിൻ്റെ നേരെ പിറകിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒന്നാമത്തെ സഫ് പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സഫ് തുടങ്ങുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും നമസ്കരിക്കുമ്പോൾ അവരും ചില പണ്ഡിതാഭിപ്രായ പ്രകാരം ഇതേ രൂപത്തിൽ തന്നെ അവർ ഇമാമിൻ്റെ നേരെ പിറകിലല്ല, ഒരുപക്ഷെ വലതുഭാഗത്തായിരിക്കും സ്ത്രീകളുടെ സ്ഥലം, അല്ലെങ്കിൽ ഇടതുഭാഗത്തായിരിക്കും. രണ്ടാണെങ്കിലും ശരി, അവിടെയാണെങ്കിൽ പോലും സാധാരണ മസ്ജിദ് പോലെ പരിഗണിച്ച് അവരും സഫിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങുക, ഒരു സൈഡിൽ നിന്ന് തുടങ്ങാതെ സഫിൻ്റെ മധ്യത്തിൽ നിന്ന് അവർ തുടങ്ങുകയാണ് വേണ്ടത്. എന്നാൽ വലതുഭാഗത്തേക്ക് ചേർന്നുകൊണ്ട് ഇമാം നിൽക്കുന്നത് നിങ്ങളുടെ വലതുഭാഗത്താണെങ്കിൽ വലതുഭാഗത്തേക്ക് ചേർന്ന് വലതുഭാഗത്ത് നിന്ന് സഫ് തുടങ്ങാം. ഇനി ഇടതുഭാഗത്താണ് ഇമാം നിൽക്കുന്നത്, നിങ്ങൾ പള്ളിയുടെ വലതുവശത്താണെങ്കിൽ ഇടതുഭാഗത്ത് നിന്ന് തുടങ്ങാം എന്ന അഭിപ്രായങ്ങളുമുണ്ട്. എന്നാലും സഫിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങലാണ് സ്ത്രീകൾക്കും കൂടുതൽ ഖൈർ എന്നാണ് ഹദീസുകളുടെ പിൻബലത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ സ്വഹാബികളുടെ നേരെ പിറകിൽ നിന്നാണ് നമസ്കരിച്ചത്. അവർക്ക് വേറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് കാണുന്നത് പോലെ. മറിച്ച് സ്വഹാബികളുടെ പിറകിലായിക്കൊണ്ടായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത്. ആദ്യം പുരുഷന്മാർ, പിന്നെ ചെറിയ കുട്ടികൾ, പിന്നെ അത് കഴിഞ്ഞാൽ സ്ത്രീകൾ, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് തന്നെയാണ് എന്നും കൂടുതൽ ഹൈറായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചെയ്താലും വിരോധമൊന്നുമില്ല. അഫ്ളലായിട്ടുള്ള രീതി ഇതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ അവരുടെ വല്യുമ്മ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വല്യുമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിൽ പോയാൽ അവിടെ വെച്ച് അവർക്ക് വേണ്ടി നമസ്കരിക്കും. മുത്തലക്കനായിട്ടുള്ള സുന്നത്ത് നമസ്കാരം, അതല്ലെങ്കിൽ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇമാമായി നിന്നുകൊണ്ട് പ്രവാചകൻ അവർക്ക് വേണ്ടി നമസ്കരിക്കും. ആ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കൊണ്ടും നബിയുടെ നമസ്കാരം കൊണ്ടുമുള്ള പ്രത്യേകമായ ബറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഫല ഉസല്ലി ലക്കും, നിങ്ങൾ എഴുന്നേൽക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാം. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഫഫ്തു വൽ യതീമ വറാഅഹു വൽ അജൂസു മിൻ വറാഇന. അങ്ങനെ ഞങ്ങൾ സഫ് കെട്ടി, ഞാനും ആ വീട്ടിലുണ്ടായിരുന്ന ഒരു യതീം കുട്ടിയും, ഞങ്ങൾ രണ്ടുപേരും നബിയുടെ നേരെ പിറകിൽ നിന്നു, വലത്തും ഇടത്തുമായിട്ട്. അതിൻ്റെ പിറകിൽ ആ സ്ത്രീയും നിന്നു. അപ്പോൾ പുരുഷന്മാരുടെ കൂടെയല്ല, വൃദ്ധയായിരുന്നിട്ട് പോലും അവർ അവരുടെ കൂടെ സഫ് കെട്ടിയിട്ടില്ല. സ്ത്രീകൾ വേറെ തന്നെ സഫിൽ നിൽക്കണം, എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും എന്നതിൽ നിന്ന് മനസ്സിലായി. രണ്ടാമത്തത്, നബിയുടെ നേരെ പിറകിലായിരുന്നു ഞങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ നിൽക്കുമ്പോൾ നേരെ പിറകിൽ വലത്തും ഇടത്തുമായിട്ടാണ് സ്വഹാബികൾ നിന്നത്. അങ്ങനെ തന്നെയായിരിക്കണം എല്ലാ പള്ളികളിലും ഇമാമിൻ്റെ പിറകിൽ ആളുകൾ നിൽക്കേണ്ടത്. മധ്യത്തിൽ നിന്നാണ് സഫ് തുടങ്ങേണ്ടത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അദ്ദേഹം പറയുകയാണ്, സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുംതു അൻ യസാരിഹി ഫഅഖദ ബിയദി ഫഅദാറനി ഹത്താ അഖാമനി അൻ യമീനി ثم جاء جبار بن صخر فتوضأ ثم جاء فقام عن يسار رسول الله صلى الله عليه وسلم فأخذ رسول الله صلى الله عليه وسلم بيدينا جميعا فدفعنا حتى أقامنا خلفه. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കുമ്പോൾ പ്രവാചകൻ്റെ ഇടതുഭാഗത്ത് പോയി നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൈകൊണ്ട് പിടിച്ച് എന്നെ വലതുഭാഗത്താക്കി. പിന്നീട് ജബ്ബാർ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഇടതുഭാഗത്ത് നിന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ രണ്ടുപേരെയും സഫിൻ്റെ പിറകിലേക്ക് തള്ളി. അപ്പോൾ ആദ്യം നിൽക്കുന്ന ആളാണെങ്കിൽ വലതുഭാഗത്ത് ഇമാമിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് നിൽക്കേണ്ടത്. എന്നാൽ രണ്ടാളുകൾ വന്നാൽ പിറകിലെ സഫിലേക്ക് പോകണം. ഇവിടെ ഖൽഫഹു എന്നാണ് പറഞ്ഞത്, നബിയുടെ നേരെ പിറകിൽ എന്നാണ് പറഞ്ഞത്. അപ്പം നബിയുടെ നേരെ പിറകിലാണ് അവർ സഫ് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹദീസുകളിൽ സഫഫ്ന ഖൽഫഹു അല്ലെങ്കിൽ വറാഅഹു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം. ഇതിൽ നിന്ന് ഉലമാക്കൾ പറയുന്നത്, ഇമാമ്
മധ്യത്തിലായിരിക്കണം. ആ രൂപത്തിലാണ് സഫ് കെട്ടേണ്ടത്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത് വയുസ്തഹബ്ബു അൻ യഖിഫൽ ഇമാമു ഫി മുഖാബലത്തി വസത്തി സ്വഫി ലിഖൗലിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സിത്തുൽ ഇമാമ വസുദ്ദുൽ ഖലൽ റവാഹു അബൂ ദാവൂദ്. മുസ്തഹബാണ്, നല്ലതാണ് ഇമാം സഫിൻ്റെ മധ്യത്തിൽ നിൽക്കുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം കൊടുത്ത ഹദീസ് വസ്സിത്തു അൽ ഇമാം, ഇമാമിനെ നിങ്ങൾ മധ്യത്തിലാക്കുക. ഈ ഹദീസ് ദുർബലമാണ്. എന്നാൽ മറ്റു ധാരാളം ഹദീസുകൾ കൊണ്ടും നേരത്തെ പറഞ്ഞ ഹദീസുകൾ കൊണ്ടും ഇമാം നേരെ സഫിൻ്റെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്, ഇമാമിൻ്റെ നേരെ പിറകിൽ നിന്നാണ് സഫ് തുടങ്ങേണ്ടത് എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് അദ്ദേഹം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ മജ്മൂഇൽ രേഖപ്പെടുത്തുന്നത് വത്തഫഖ അസ്ഹാബുനാ വഗൈറുഹും അല ഇസ്തിഹ്ബാബി സഫിൽ അവ്വലി വൽ ഹസ്സി അലൈഹി വജാഅത് ഫീഹി അഹാദീസു കസീറത്തുൻ ഫി സ്വഹീഹ് വഅല ഇസ്തിഹ്ബാബി യമീനിൽ ഇമാം വസദ്ദിൽ ഫുറജി ഫി الصفوف وإتمام الصف الأول ثم الذي يليه إلى آخرها ولا يشرع في صف حتى يتم ما قبله وعلى أنه يستحب الاعتدال في الصفوف. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ സാഹിബുകൾ അഥവാ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അവർ ഒന്നാമത്തെ സഫിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. മാത്രമല്ല ഇമാമിൻ്റെ വലതുഭാഗത്ത് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഓരോ സഫുകളിലും വിടവുകളില്ലാതെ ഇടതൂർന്ന് നിൽക്കുകയും ഒന്നാമത്തെ സഫ് ആദ്യം പൂർത്തീകരിച്ച് പിന്നീടുള്ള സഫുകൾ ആദ്യത്തെ സഫ് പൂർത്തിയായിട്ടേ അടുത്ത സഫ് തുടങ്ങാവൂ. അതേപോലെ തന്നെ ഇമാം സഫിൻ്റെ മധ്യഭാഗത്തായിരിക്കുക എന്നുള്ളതും മുസ്തഹബായി ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ്യ എന്നറിയപ്പെടുന്ന ഫിഖ്ഹിലെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരാൽ വിരചിതമായിട്ടുള്ള കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. വമിൻ അദബി സ്വഫി അൻ തുസദ്ദൽ ഫുറജു വൽ ഖലൽ وأن لا يشرع في صف حتى يتم الأول وأن يفسح لمن يريد دخول الصف إذا كانت هناك سعة ويقف الإمام وسط الصف والمصلون خلفه. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് വയഖിഫുൽ ഇമാമു വസത സഫ്, ഇമാം സഫിൻ്റെ മധ്യത്തിൽ നിൽക്കണം, വൽ മുസല്ലൂന ഖൽഫഹു, മറ്റു മുസല്ലീങ്ങൾ നമസ്കരിക്കുന്നവർ ഇമാമിൻ്റെ പിറകിലും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റത്തെ മുസ്തഹബായിട്ടുള്ളത് ഇമാമു മധ്യത്തിലാവുക, എന്നിട്ട് ഇമാമിൻ്റെ പിറകിൽ രണ്ടാൾ മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ തന്നെ ഒരേ സഫിൽ നിൽക്കണം, രണ്ടാളാണെങ്കിൽ ഇമാമിൻ്റെ നേരെ പിറകിൽ വലതും ഇടതുമായി ചേർന്ന് നിൽക്കണം, പിന്നെ ഒരാൾ വലത്ത് മറ്റൊരാൾ ഇടത്ത്, ഒരാൾ വലത്ത് മറ്റൊരാൾ ഇടത്ത്, അങ്ങനെ ഒരു ഇഅ്തിദാൽ ഉണ്ടാകണം. കുറേ ആളുകൾ വലതു ഭാഗത്തും കുറച്ചാളുകൾ ഇടതു ഭാഗത്തും, ആ രീതിയല്ല. അപ്പുറവും ഇപ്പുറവും ഏകദേശം തുല്യമായ രൂപത്തിൽ സഫ് പൂർത്തിയാക്കുക. അങ്ങനെ ഒരു സഫ് പൂർത്തിയായി കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ രണ്ടാമത്തെ സഫ് വീണ്ടും ഇമാമിൻ്റെ നേരെ പിറകിൽ നിന്ന് ആദ്യത്തെ സഫിൻ്റെ അതേ പാറ്റേൺ രണ്ടാമത്തതിലും മൂന്നാമത്തതിലൊക്കെ സ്വീകരിക്കുക. ഇതേ രീതി സ്ത്രീകളും സ്വീകരിച്ചാൽ അതാണ് കൂടുതൽ ഖൈർ. എന്നാൽ പള്ളിയുടെ ഇടതുഭാഗത്താണോ വലതുഭാഗത്താണോ സ്ത്രീകളുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമിൻ്റെ ഭാഗങ്ങളിലേക്ക് ചേർന്ന് വരുന്നതിന് വിരോധമില്ല. കാരണം വ്യക്തമായ മറ, ചുമർ അവിടെ ഉണ്ട് എന്നതുകൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.